ഇന്റർനെറ്റുള്ള കാലം മുതൽക്കേ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് വിക്കിപീഡിയയെക്കുറിച്ച്. ഇപ്പോൾ AI കളി തുടങ്ങിയതോടെ വിക്കിപീഡിയയെ തേടി ആരും എത്തുന്നില്ല. വിക്കിപീഡിയ മറന്ന് എല്ലാവരും ഓടിച്ചെല്ലുന്നത് AI അടുത്തേക്കാണല്ലോ. AI ടൂളുകൾ പല മേഖലകളിലേക്കും നുഴഞ്ഞു കയറുന്നതാണ് വിക്കിപീഡിയയ്ക്ക് ഇപ്പോൾ പണി കൊടുക്കുന്നത്. ഒരു ബ്ലോഗ് പോസ്റ്റിലൂടെയാണ് വിക്കിപീഡിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിക്കിമീഡിയ ഫൗണ്ടേഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ട്രാഫിക്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8% കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിക്കിമീഡിയ പറയുന്നത്. AI വന്നതോടെ എല്ലാവരുടെയും പണി പോകുമെന്ന് പറഞ്ഞു വെച്ച കാര്യം ആരും മറക്കേണ്ട. പയ്യെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പണി തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ വിക്കിപീഡിയ പൂട്ടിക്കെട്ടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കമ്പനി. AI കാരണം പണിപ്പോയ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് വിശദമായി നോക്കാം ടെക് ടോക്കിലൂടെ. വർഷങ്ങളായി താഴ്ചയിലൂടെയും ഉയർച്ചയിലൂടെയും ഒക്കെ പറന്നിറങ്ങി വന്ന നമ്മുടെ വിക്കിപീഡിയ ഇന്ന് കുറച്ച് റെസ്റ്റിലാണ്. പണ്ട് വിദ്യാർത്ഥികളുടെയും ടീച്ചർമാരുടെയും ഒക്കെ കണ്ണിലുണ്ണിയായിരുന്ന വിക്കിയെ തേടി ആരും എത്തുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പരാതി. എന്തിനും ഏതിനും വിക്കിപീഡിയ നോക്കിയ ഒരു കാലമുണ്ടായിരുന്നു. ഹോംവർക്ക് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യാനാണെങ്കിലും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങൾ ടീച്ചർമാർക്ക് ഉത്തരം കണ്ടെത്താനുമൊക്കെ വിക്കിയായിരുന്നു ഏകമാർഗം. എന്നാൽ ആ കാലമൊക്കെ കഴിഞ്ഞു. AI വന്നതോടെ വിക്കി സൈഡായി എന്ന് പറയുന്നതിലും എല്ലാവരും ചേർത്ത് സൈഡാക്കി എന്ന് തന്നെ പറയാം. വൈകാതെ ഇവൻ ഓർമ്മയാകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. വിക്കിപീഡിയ ഇന്റർനെറ്റുള്ള കാലം തൊട്ടേ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവനെ. ടെക്നോളജികൾ വികസിക്കും തോറും പലതും മൺമറഞ്ഞു പോയെങ്കിലും കൊടുങ്കാറ്റിലും ഇളകാനാവാത്ത രീതിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരേക്കും വിക്കിപീഡിയ. എന്നാൽ അതേ വിക്കിപീഡിയയുടെ വേരുകളും ഇപ്പോൾ ഇളകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. AI ടൂളുകൾ പല മേഖലകളിലേക്കും നുഴഞ്ഞു കയറി കഴിഞ്ഞു. അതുതന്നെയാണ് ഈ വിക്കിപീഡിയയ്ക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്ലോഗ് പോസ്റ്റിലൂടെയായിരുന്നു വിക്കിപീഡിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിക്കിമീഡിയ ഫൗണ്ടേഷൻ ഈ കാര്യം വ്യക്തമാക്കിയത്. ട്രാഫിക്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8% കുറവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ അസാധാരണമാം വിധം ഉയർന്ന ട്രാഫിക് ശ്രദ്ധയിൽപ്പെട്ടതും എന്നാൽ അത് ബോട്ടുകളാണെന്ന് കണ്ടെത്തിയതുമൊക്കെ വിക്കിപീഡിയ പറയുന്നുണ്ട്. AI ചാറ്റ് ബോട്ടുകളും സെർച്ച് എഞ്ചിനുകളും വിക്കിപീഡിയയിലെ ഉള്ളടക്കം നീക്കം ചെയ്യുകയും ഉപയോക്താക്കൾക്ക് നേരിട്ട് തന്നെ ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഈ ഒരു ഇടിവിന് കാരണമെന്നാണ് വിക്കിമീഡിയയിലെ സീനിയർ പ്രൊഡക്റ്റ് ഡയറക്ടർ മാർഷൽ മില്ലർ അടക്കം പറഞ്ഞത്. വിക്കിമീഡിയ പ്രൊജക്റ്റുകളിലേക്കുള്ള ട്രാഫിക്കിൽ ബോട്ടുകൾ ഇപ്പോഴും കാര്യമായി തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ടത്രേ. അതേസമയം വിവരങ്ങൾ ലഭ്യമാകുന്ന പുതിയ മാർഗങ്ങളെ മില്ലർ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും വിക്കിപീഡിയയുടെ പ്രസക്തി ഇല്ലാതാക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും ഉപയോക്താക്കൾക്ക് ഏറിയ പങ്ക് വിവരങ്ങളും തങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം AI സംവിധാനങ്ങൾ വിക്കിപീഡിയയെ കൂടുതലായി ആശ്രയിക്കുന്നതായും റിപ്പോർട്ടുകളുമുണ്ട്. ഈ ജനുവരിയിൽ 25 വയസ്സ് തികഞ്ഞ വിക്കിപീഡിയ ഒരു കാലത്ത് ജിമ്മി വെയിൽസും കൂട്ടരും തുടക്കമിട്ട ഒരു പദ്ധതിയായിരുന്നു. ലോകത്തിലെ എല്ലാ ഭാഷകളിലും സ്വതന്ത്രവും സമ്പൂർണവുമായ വിജ്ഞാനകോശം നിർമ്മിക്കാനുള്ള ഒരു കൂട്ടായ സംരംഭം. സന്നദ്ധമായി പ്രവർത്തിക്കുന്ന ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന സ്വതന്ത്ര വിജ്ഞാന പ്രവർത്തകർ വിക്കിമീഡിയ ഫൗണ്ടേഷന്റെ പിന്തുണയോടെ പ്രാവർത്തികമാക്കിയ ഒരു വലിയ സംരംഭം. എന്താണ് വിക്കിപീഡിയ എന്ന്? ലോകത്തിലെ ഓരോ വ്യക്തിക്കും മനുഷ്യരുടെ എല്ലാ അറിവുകളും സ്വതന്ത്രമായി ലഭ്യമാകുന്ന ഒരു സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കൂ എന്നുള്ള ആഹ്വാനത്തോടു കൂടി ജിമ്മി വെയിൽസും കൂട്ടരും തുടക്കമിട്ടതാണ് ഈ വിക്കിപീഡിയ. ലോകത്തിലെ എല്ലാ ഭാഷകളിലും സ്വതന്ത്രവും സമ്പൂർണവുമായ വിജ്ഞാനകോശം നിർമ്മിക്കാനുള്ള ഒരു കൂട്ടായ സംരംഭമായാണ് ഇതിനെ കാണുന്നത്. സന്നദ്ധമായി പ്രവർത്തിക്കുന്ന ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന സ്വതന്ത്ര വിജ്ഞാന പ്രവർത്തകർ വിക്കിമീഡിയ ഫൗണ്ടേഷന്റെ പിന്തുണയോടെ പ്രാവർത്തികമാക്കിയ ഒരു വലിയ ലോകമാണിത്. അറിവ് ജനങ്ങളുടെ പൊതുസ്വത്താണ്. ഒരറിവും വ്യക്തിഗതമല്ല. കാലാന്തരങ്ങളായുള്ള പങ്കുവയ്ക്കലിലൂടെയും തിരുത്തലുകളിലൂടെയും കൂട്ടിച്ചേർക്കലിലൂടെയൊക്കെ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഈ വിക്കിമീഡിയയും. അറിവ് സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള അവസരം ജനങ്ങൾക്കുണ്ടായിരിക്കണം. അത് മുൻകണ്ടുകൊണ്ടാണ് വിക്കിപീഡിയ എന്നൊരു സ്ഥാപനമുണ്ടായത്. ബൗദ്ധിക സ്വത്തവകാശത്തിന്റെ വിവിധ രൂപങ്ങളിലൂടെ അറിവിന്മേലുള്ള അവകാശവും അധികാരവും ഒക്കെ കൈയടക്കുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് അറിവ് അത് ദൂരെയായിരുന്നു. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു വിവര സഞ്ചയം സ്വതന്ത്രമായി തികച്ചും ജനാധിപത്യമായ രീതിയിൽ തയ്യാറാക്കപ്പെട്ടത്. സാധാരണഗതിയിൽ ഇന്റർനെറ്റിലെ ഒരു താളിൽ എന്തെങ്കിലും എഴുതി ചേർക്കണമെങ്കിൽ മികച്ച സാങ്കേതിക പരിജ്ഞാനവോ ആ താളിന്റെ ഉടമസ്ഥരുടെ സമ്മതമോ ഒക്കെ വേണം. അത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഏതൊരു ഉപയോക്താവിനും വിവരങ്ങൾ സ്വന്തമായി കൂട്ടിച്ചേർക്കാനാകും.
ഈ ഒരു മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യവും സൗകര്യമൊക്കെ നൽകുന്ന വെബ്സൈറ്റുകളെയാണ് ഈ വിക്കി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കൂട്ടായ്മയിലൂടെയും കുറിപ്പുകളും ലേഖനങ്ങളും മറ്റുള്ള രചനകളൊക്കെ നടത്തുന്നതിനുള്ള സൗകര്യം നൽകുന്ന സോഫ്റ്റ്വെയറുകളെ കുറിക്കാനും വിക്കി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. വിക്കിപീഡിയയാണ് ഇന്നുള്ള ഏറ്റവും വലിയ വിക്കി. നിലവിൽ 291 ഭാഷകളിലായി 3 കോടിയിലധികം ലേഖനങ്ങൾ വിക്കിപീഡിയയിൽ നിന്നുണ്ട്. അത് 2022 കണക്ക് മാത്രമാണ്. 50 ലക്ഷത്തിലധികം ലേഖനങ്ങളുള്ള ഇംഗ്ലീഷാണ് 1-ാം സ്ഥാനത്ത് നിന്നിരുന്നത്. മലയാളം വിക്കിപീഡിയയിൽ 2002 MP വിനോദായിരുന്നു ആദ്യമായി ലേഖനങ്ങൾ തയ്യാറാക്കി തുടങ്ങിയത്. ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം, അതായത് 2022 പ്രതിമാസ കണക്ക് 37.4 കോടി പേർ വിക്കിപീഡിയ സന്ദർശിക്കുന്നു എന്നായിരുന്നു. ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ വിക്കിപീഡിയയിൽ അംഗത്വം തികച്ചും സൗജന്യമാണ്. അക്കൗണ്ട് ഇല്ലാതെ വിക്കിപീഡിയയിൽ എഴുതാമെങ്കിലും ഒരു അക്കൗണ്ട് നിർമ്മിച്ച് നല്ലൊരു വിക്കിപീഡിയൻ ആകുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ വാൻഡലിസം ഒഴിവാക്കാനായി പ്രധാനപ്പെട്ട ലേഖനങ്ങളെ ലോഗിൻ ചെയ്ത് മാത്രം തിരുത്താവുന്ന രീതിയിലേക്കും ഇപ്പോൾ ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിക്കിപീഡിയയിൽ മലയാളത്തിൽ ലേഖനങ്ങൾ എഴുതുന്നത് മലയാളം യൂണിക്കോഡ് ഫോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. വിക്കിപീഡിയയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനുള്ള ഒരു അവസരമായിരുന്നു വിക്കിപീഡിയ ദിവസം. എല്ലാ വർഷവും ജനുവരി 15-നോ അതിനടുത്ത ദിവസമോ വിക്കിപീഡിയ എഡിറ്റർമാരും ആരാധകരുമൊക്കെ സ്വന്തം കമ്മ്യൂണിറ്റികളിൽ വിക്കിപീഡിയയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും കേക്ക് പങ്കിടുന്നതിനുമായി സ്വന്തം പാർട്ടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം വിക്കിപീഡിയയിൽ ചെയ്ത കാര്യങ്ങൾ വിക്കിപീഡിയ എഡിറ്റർമാർ പങ്കുവയ്ക്കും. വരും വർഷം വിക്കിപീഡിയയിൽ വിവരങ്ങൾ പങ്കിടാൻ ആരെങ്കിലും നിർദ്ദേശിക്കുകയോ പുതുമുഖങ്ങൾക്കുള്ള വിക്കിപീഡിയ പരിശീലനം നൽകുകയോ സാമൂഹികവൽക്കരണം എന്നിവ ഈ പരിപാടികളിലെ സാധാരണ പ്രവർത്തനങ്ങളിലൊക്കെ ഉൾപ്പെടുന്നവയാണ്. 2001 ജനുവരി 15-നാണ് വിക്കിപീഡിയ സ്ഥാപിക്കുന്നത്. ആദ്യമായി എഡിറ്റ് ചെയ്യുന്നതും അന്ന് തന്നെയാണ്. യാദൃശ്ചികമായി 2001 ജനുവരി 15-ന് തന്നെ ക്രിയേറ്റീവ് കോമൺസ് അവരുടെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. വിക്കിപീഡിയയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിക്കിപീഡിയ എന്ന മഹാപ്രസ്ഥാനം 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ വിക്കിമീഡിയ ഫൗണ്ടേഷൻ പുറത്തിറക്കുന്ന പ്രത്യേക ഡോക്യു സീരീസിൽ ഇടം പിടിച്ച ഏക ഇന്ത്യക്കാരിയുണ്ട്. ഒരു അപൂർവ നേട്ടമാണ് നദ ഹുസൈൻ എന്ന ഈ മിടുക്കി നേടിയെടുത്തത്. വിജ്ഞാനത്തിന്റെ ലോകത്ത് വലിയൊരു വിപ്ലവത്തിന് തിരികൊളുത്താൻ കാരണമായത് ഒരു തേങ്ങാ ചമ്മന്തിയായിരുന്നു. ഒരു തേങ്ങാ ചമ്മന്തിക്ക് വിക്കിപീഡിയയിൽ എന്ത് കാര്യമെന്ന ചിന്ത ഉറപ്പായും ഉണ്ടായേക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ ആ ചമ്മന്തി കഥ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. തേങ്ങാ ചമ്മന്തി വിക്കിപീഡിയയിൽ എങ്ങനെ വന്നു എന്നുള്ളത് ഏവർക്കുമുള്ളൊരു ചോദ്യമാണ്. വിജ്ഞാനത്തിന്റെ ലോകത്ത് വലിയൊരു വിപ്ലവത്തിന് തിരികൊളുത്താൻ ഈ ഒരു ചമ്മന്തി കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. 2010 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു 1-ാം വർഷ വിദ്യാർത്ഥിനി വിക്കിപീഡിയയിൽ ചമ്മന്തിയെക്കുറിച്ച് തിരയുന്നു. ഇംഗ്ലീഷിൽ ചട്നിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ മലയാളത്തിൽ കാര്യമായി ഒന്നും വന്നില്ല. ആ നിമിഷമാണ് അവളിലെ എഴുത്തുകാരി ഉണരുന്നത്. അന്ന് ചമ്മന്തിയെക്കുറിച്ച് 2 ഖണ്ഡികകളാണ് അവൾ എഴുതിയത്. അങ്ങനെ എഴുതി തുടങ്ങിയ ആ പെൺകുട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു വിജ്ഞാനകോശമായ വിക്കിപീഡിയയുടെ 25-ാം വാർഷികത്തിൽ ആഗോളതലത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ നദ ഹുസൈൻ. അന്ന് വെറും നദ ഹുസൈൻ ആയിരുന്നു. ഇന്നത് ഡോക്ടർ നദ ഹുസൈൻ ആയിട്ടുണ്ട്. വിക്കിപീഡിയ എന്ന മഹാപ്രസ്ഥാനം 25 വർഷം പിന്നിടുമ്പോഴും വിക്കിമീഡിയ ഫൗണ്ടേഷൻ പുറത്തിറക്കുന്ന പ്രത്യേക ഡോക്യു സീരീസിൽ ഇടം പിടിച്ച ഏക ഇന്ത്യക്കാരിയാണ് ഇന്ന് ഡോക്ടർ നദ ഹുസൈന. അപൂർവ നേട്ടം തന്നെയാണ് നദയെ തേടിയെത്തിയത്. ലോകമെമ്പാടുമുള്ള സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് തിരഞ്ഞെടുത്ത 8 പേരിൽ ഒരാളാണ് നദ. കഴിഞ്ഞ 15 വർഷത്തോളമായി വിക്കിപീഡിയയിലെ തിരുത്തലുകളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ വിജ്ഞാന ലോകത്ത് സജീവ സാന്നിധ്യമാണിവർ. കോവിഡ് കാലത്ത് വ്യാജ വാർത്തകൾക്കെതിരായ ശാസ്ത്രീയ വിവരങ്ങൾ കൊണ്ട് പ്രതിരോധം തീർത്ത നദയുടെ പോരാട്ടം അത് രാജ്യാന്തരമായി തന്നെ ശ്രദ്ധ നേടിയിരുന്നതാണ്. ഇടയ്ക്കിടെ നദയുടെ വിശേഷങ്ങൾ മാധ്യമങ്ങളിൽ നിറയാറുണ്ട്. അതിൽ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അത് പ്രശസ്തമാണ്. ചമ്മന്തിയിൽ നിന്നാണ് തുടങ്ങിയതെങ്കിലും എങ്ങനെയാണ് ഈ വിക്കിപീഡിയ എന്ന വലിയ ലോകത്തേക്ക് ചമ്മന്തിയിലൂടെ എത്തിയത് എന്നുള്ള ചോദ്യം അത് പ്രശസ്തമായിരുന്നു. നദ ആദ്യമായി 2010-ലാണ് വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്തു തുടങ്ങുന്നത്. അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു നദ. ബ്ലോഗുകൾ വായിക്കുമായിരുന്നെങ്കിലും എഴുതാൻ വലിയ പേടിയായിരുന്നു. ഒരു ദിവസം ഒരു ബ്ലോഗ് പോസ്റ്റിന് വേണ്ടി ചമ്മന്തി എന്നതിനെക്കുറിച്ച് മലയാളത്തിൽ തിരഞ്ഞു നോക്കി. അന്ന് നിരാശയായിരുന്നു ഫലം. ഇംഗ്ലീഷിൽ ചട്നി എന്നൊക്കെ പറഞ്ഞ ലേഖനങ്ങൾ ഉണ്ടെങ്കിലും മലയാളത്തിൽ യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. മലയാളം നന്നായി അറിയാമല്ലോ എന്ന ആത്മവിശ്വാസത്തിലാണ് പ്രാഥമികമായി കുറച്ച് വിവരങ്ങൾ വെച്ച് ചമ്മന്തിയെക്കുറിച്ച് 2 പാരാഗ്രാഫ് നദ എഴുതുന്നത്. 2 ദിവസം കഴിഞ്ഞ് ആ ലേഖനത്തിന് തിരിച്ചു പോയി നോക്കുമ്പോൾ അത്ഭുതമാണ് കാണാനായത്. മറ്റു പലരും ചേർന്ന് ആ ലേഖനം വിപുലീകരിച്ചിട്ടുണ്ട്, ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. താൻ അരച്ച ചമ്മന്തിയുടെ രുചി കൂടിയതുപോലെ തന്നെ തോന്നിയിരുന്നു അന്നവർക്ക്.
അവരുടെ ഒരുപാട് പേർ ചേർന്ന ലേഖനം എഴുതിയത് നല്ല നിലവാരത്തിൽ എത്തിക്കുന്നത് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെയാണ് വിക്കിപീഡിയയോടുള്ള നതയുടെ പ്രണയം തുടങ്ങുന്നതെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതെ, പിന്നീട് തന്റെ കൂടുതൽ ശ്രദ്ധയും മെഡിക്കൽ സംബന്ധമായ ലേഖനങ്ങൾ എഴുതാനായിരുന്നു. മലയാളം വിക്കിപീഡിയയിൽ അന്ന് പ്രാഥമികമായ അസുഖങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ ലഭ്യമല്ലായിരുന്നു. മെഡിക്കൽ കോളേജിൽ അധ്യാപകർ പുതിയൊരു കാര്യം പഠിപ്പിച്ചാൽ നേരെ ചെന്ന് നത വിക്കിപീഡിയയിൽ കുറിക്കുമായിരുന്നു. അവിടെ വിവരങ്ങളില്ലെങ്കിൽ കൃത്യമായ അവലംബം വെച്ചാണ് എഴുതി ചേർക്കുന്നത്. ഇതിലൂടെ മെഡിസിൻ പഠിക്കാനുമൊക്കെ നതയ്ക്ക് സഹായമായിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാനും ഇതിലൂടെ സാധിച്ചിരുന്നുവെന്ന ഒരു ഇന്റർവ്യൂവിൽ നത പറഞ്ഞത് ഓർക്കുന്നു. ചമ്മന്തി കഥ വിടാം. മറ്റു കുറച്ച് സീരിയസ് കാര്യങ്ങളിലേക്ക് കടന്നാൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിലേക്ക് നയിച്ച വിമാന അപകടത്തിന് ശേഷം വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങളുമൊക്കെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നത്. അപകടം നടക്കുന്നതിന് 21 മണിക്കൂർ മുമ്പേ വിക്കിപീഡിയ പേജിൽ അദ്ദേഹത്തിന്റെ മരണം അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത് എങ്ങനെ നടന്നു എന്നുള്ള സംശയങ്ങളിൽ നട്ടം തിരിയുകയായിരുന്നു ടെക് ലോകം. ഇത് കാണിച്ചുള്ള ഒരു സ്ക്രീൻഷോട്ട് ആ സമയത്ത് കറങ്ങി തിരിഞ്ഞ് നടന്നിരുന്നു. ഇത് വലിയ ചർച്ചയ്ക്കായിരുന്നു തുടക്കമിട്ടത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിലേക്ക് നയിച്ച വിമാന അപകടം, അതിനുശേഷം വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങളുമൊക്കെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉരുതിരിഞ്ഞത്. അപകടം നടക്കുന്നതിന് 21 മണിക്കൂർ മുമ്പേ വിക്കിപീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിരുന്നു അതിന് കാരണം. അതിന്റെ സ്ക്രീൻഷോട്ടായിരുന്നു പലതരത്തിൽ പ്രചരിച്ചത്. ഇത് വലിയ ചർച്ചയ്ക്കാണ് അന്ന് തുടക്കമിട്ടത്. ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ സാങ്കേതിക അടിത്തറയാണോ എന്നുള്ളൊരു ചോദ്യവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇല്ല എന്നത് തന്നെയാണ് അതിനുത്തരം. വ്യാജ പ്രചാരണങ്ങൾക്ക് കാരണമായേക്കാവുന്ന ചില സാങ്കേതിക കാര്യങ്ങളും അത് അറിഞ്ഞിരിക്കണം. വെബ്സൈറ്റ് ഒരു ഓൺലൈൻ ഡാറ്റ ലൈബ്രറിയാണ് എന്നുള്ള കാര്യം ഏവർക്കും അറിയാം. രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കൾക്ക് ഇത് എഡിറ്റ് ചെയ്യാനും കഴിയും. ഇത് സാധാരണയായി സ്ഥിരീകരിച്ച വാർത്തകളും മറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഡാറ്റയിൽ മാറ്റം വരുത്തിയ ഒറ്റപ്പെട്ട സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട്. വിക്കിപീഡിയ സെർവറുകൾ UTC സമയ മേഖലയെയാണ് പിന്തുടരുന്നത്. അതായത് കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിൽ നിന്ന് 5 മണിക്കൂർ 30 മിനിറ്റ് പിന്നിലാണിത്. ഉദാഹരണമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമായ ISTയിൽ 10:30 AM എന്നത് ഏകീകൃത സാർവത്രിക സമയമായ UTCയിൽ എത്തുമ്പോൾ അത് 5 AM ആണ്. ഒരു സംഭവം നടന്ന ശേഷം ഇന്ത്യയിൽ നിന്ന് വിവരങ്ങൾ പുതുക്കുമ്പോൾ വിക്കിപീഡിയയിൽ അതിൻ്റെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തുന്നത് രാജ്യാന്തര സമയമായിരിക്കും. ഇത് നേരത്തെ സംഭവിച്ചതായ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയേക്കും. അപകട വാർത്ത പൊതുജനങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ സമയം രാവിലെ 9:30 അജിത് പവാറിന്റെ പേജ് അപ്ഡേറ്റ് ചെയ്തതായി വിക്കിപീഡിയ എഡിറ്റർമാരും ഡിജിറ്റൽ വിദഗ്ധരുമൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. ബ്രേക്കിംഗ് ന്യൂസുകളിൽ പ്രത്യേകിച്ച് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടുന്ന സമയം ഇത് സാധാരണമാണ്. രജിസ്റ്റർ ചെയ്ത ഏതൊരു ഉപയോക്താവിനും പേജുകൾ എഡിറ്റ് ചെയ്യാൻ വിക്കിപീഡിയ അനുവദിക്കുന്നുമുണ്ട്. പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോൾ ഒന്നിലധികം ഉപയോക്താക്കൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലേഖനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതും ടൈം സ്റ്റാമ്പുകൾ ഇടയ്ക്കിടെ മാറുന്നതുമൊക്കെ പതിവാണ്. വെബ് ബ്രൗസറുകളിൽ ലഭ്യമായ ഇൻസ്പെക്ട് എലമെന്റ് ടൂൾ ഉപയോഗിച്ച് നിരവധി ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതായി കാണുന്നുണ്ടെന്ന് സൈബർ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനെ സമയവും തീയതിയും ഒക്കെ മാറ്റി വ്യാജ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പതിവാണ്. ഇതിനെപ്പറ്റി അറിവില്ലാത്തവരിൽ ഇത് വലിയൊരു തെറ്റിദ്ധാരണ തന്നെ ഉണ്ടാക്കിയേക്കാം. ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റയും എയർ ട്രാഫിക് കൺട്രോൾ ലോഗുകളും ജനുവരി 28 രാവിലെ 8:45 ഇന്ത്യൻ സമയത്താണ് അപകടം ഉണ്ടായതെന്ന് സ്ഥിരീകരിക്കുന്നതായിരുന്നു. ഔദ്യോഗികമായ ഒരു ഏജൻസിയും ഫൗൾ പ്ലേയുടെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടുമില്ല. ആർക്കും എഡിറ്റ് ചെയ്യാവുന്ന വിക്കിപീഡിയയെ വിശ്വസിക്കാമോ എന്ന ചോദ്യം ഇത് തുടങ്ങിയ കാലം മുതൽക്കേ നിലനിന്നിരുന്നതാണ്. മറ്റ് പല സർവ്വവിജ്ഞാന കോശങ്ങളുടെയും പ്രതാപം മങ്ങുമ്പോഴും വിക്കിപീഡിയ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നിരുന്നു. എന്നാൽ ഇന്ന് കഥ അതല്ല. AI എത്തിയതോടെ വിശ്വാസം ഒരു പ്രശ്നമല്ലാതായി. എന്നാൽ ശരിക്കും വിക്കിപീഡിയയിൽ വരുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. വിക്കിപീഡിയയുടെ യാത്രയിൽ കല്ലുകടിയായിരുന്ന ചില്ലറ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2022 ഏഷ്യൻ കപ്പിൽ പാകിസ്ഥാന്റെ ആസിഫ് അലിയുടെ ക്യാച്ച് വിട്ടുകളഞ്ഞ ഇന്ത്യൻ പേസ് ബൗളറായ അർഷ്ദീപ് സിംഗിന്റെ വിക്കിപീഡിയ പേജിൽ ചില അഴിഞ്ഞാടിയിരുന്ന സംഭവം നമ്മൾ കണ്ടിരുന്നു. ആർക്കും എഡിറ്റ് ചെയ്യാമെന്ന കാരണത്താൽ അർഷ്ദീപിന് ഖലിസ്ഥാൻ ബന്ധമുണ്ടെന്ന് വരെ ചില അജ്ഞാതർ അന്ന് എഡിറ്റ് ചെയ്തു ചേർത്തു. സംഭവത്തിൽ വിക്കിപീഡിയയിൽ നിന്ന് കേന്ദ്ര IT മന്ത്രാലയം വിശദീകരണം തേടിയിരുന്നു. സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തെറ്റ് തിരുത്തപ്പെട്ടതായി വിക്കിപീഡിയ വിശദീകരണം നൽകിയിരുന്നു. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയറി കമ്പനിക്കും ഇത്തരത്തിൽ തെറ്റായ ഉള്ളടക്കം അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു അന്നത്തെ കേന്ദ്ര IT സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ആർക്കും എഡിറ്റ് ചെയ്യാവുന്ന വിക്കിപീഡിയയെ വിശ്വസിക്കാമോ എന്ന ചോദ്യം അത് പണ്ട് കാലം മുതലേ തന്നെ എല്ലാവരും പരസ്പരം ചോദിക്കാറുള്ളതാണ്.
മറ്റ് പല സർവ്വവിജ്ഞാന കോശങ്ങളുടെയൊക്കെ പ്രതാപം മങ്ങിയപ്പോഴും വിക്കിപീഡിയ മുന്നോട്ട് പോവുക തന്നെയായിരുന്നു. എങ്കിലും ഈ യാത്രയിൽ കല്ലുകടിയായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നായിരുന്നു 2022 ഏഷ്യൻ കപ്പിൽ പാകിസ്ഥാന്റെ ആസിഫ് അലിയുടെ ക്യാച്ച് വിട്ടുകളഞ്ഞ ഇന്ത്യൻ പേസ് ബൗളറായ അർഷ്ദീപ് സിംഗിന്റെ വിക്കിപീഡിയ പേജിൽ ചിലർ അഴിഞ്ഞാടിയ സംഭവം. ആർക്കും എഡിറ്റ് ചെയ്യാമെന്ന കാരണം കൊണ്ട് അർഷ്ദീപിന് ഖലിസ്ഥാൻ ബന്ധമുണ്ടെന്ന് വരെ ചില അജ്ഞാതർ എഡിറ്റ് ചെയ്ത് ചേർത്തിരുന്നു. ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് വിക്കിപീഡിയയിൽ നിന്ന് കേന്ദ്ര IT മന്ത്രാലയം വിശദീകരണം തേടി. സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തിരുത്തപ്പെട്ടതായി വിക്കിപീഡിയ വിശദീകരണം നൽകിയിരുന്നു. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയറി കമ്പനിക്കും ഇത്തരത്തിൽ തെറ്റായ ഉള്ളടക്കം അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ അന്നത്തെ പ്രതികരണം. സുരക്ഷിതമായ ഇന്റർനെറ്റിനെ കുറിച്ചുള്ള സർക്കാരിന്റെ പ്രതീക്ഷകളെ ലംഘിക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു സംഭവം. വിക്കിപീഡിയയിലെ ഉള്ളടക്കം ലോഗിൻ പോലും ചെയ്യാതെ ആർക്കും എഡിറ്റ് ചെയ്യാമെന്നത് ഒരു പ്രശ്നമല്ലേ എന്നുള്ളൊരു ചോദ്യവും മുന്നിൽ നിൽക്കുന്നുണ്ട്. വിക്കിപീഡിയ 329 ഭാഷകളിലുള്ള ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമാണ്. സന്നദ്ധ പ്രവർത്തകരായ എഡിറ്റർമാർ ലേഖനങ്ങൾ എഴുതുകയും നിരന്തരം തിരുത്തി മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു പൊതു സ്വഭാവം. ആർക്കും ഇത്തരത്തിൽ എഡിറ്റർമാരാകാം. അങ്ങനെയാണെങ്കിൽ ഈ എഡിറ്റർമാർക്ക് എന്തും എഴുതി വെക്കാനാവുന്ന സംവിധാനങ്ങൾ എങ്ങനെ ആധികാരികമാകുമെന്നൊരു ചോദ്യവും അവിടെ സ്വാഭാവികമാണ്. 2001 വിക്കിപീഡിയ സ്ഥാപിച്ച ശേഷം നടന്ന കോടിക്കണക്കിന് ഇത്തരം തിരുത്തലുകളാണ് 65 ലക്ഷം ലേഖനങ്ങളുള്ള സർവ്വവിജ്ഞാന കോശം കെട്ടിപ്പടുത്തത്. ഇത് 2022 കണക്ക് മാത്രമാണ്. ഇതിൽ നല്ല എഡിറ്റുകളും മോശം എഡിറ്റുകളും ഒക്കെയുണ്ട്. മോശം എഡിറ്റുകൾ മിക്കതും വിക്കിപീഡിയയുടെ നയങ്ങൾക്ക് ചേരും വിധത്തിൽ ഉള്ളടക്കം തിരുത്തി എഴുതേണ്ടി വരുന്നവയാണ്. ഉദാഹരണത്തിന് വേണ്ടത്ര റെഫറൻസുകൾ ഇല്ലാതാക്കാം, ശ്രദ്ധേയമല്ലാത്ത കാര്യങ്ങളുമായിരിക്കാം, ചിലപ്പോൾ അക്ഷരത്തെറ്റുകൾ, വ്യാകരണ പ്രശ്നങ്ങൾ എന്നിവയൊക്കെയാകാം. ഇതെല്ലാം സതുദ്ദേശത്തോടെയുള്ള എന്നാൽ നന്നാക്കി എടുക്കേണ്ട മാറ്റങ്ങൾ തന്നെയാണ്. എന്നാൽ ദുരുദ്ദേശപരമായ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തുന്നവരുമുണ്ട്. ഇത് വാൻഡലിസം എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം തിരുത്തലുകൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മറ്റ് എഡിറ്റർമാർ നീക്കം ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ ആർക്കും എഡിറ്റ് ചെയ്യാമെന്നതിന്റെ അർത്ഥം അവർ എഴുതിയതെല്ലാം വിക്കിപീഡിയയിൽ എല്ലാവരും വായിക്കുന്ന തരത്തിൽ നിലനിൽക്കണമെന്നില്ല. വിക്കിയിൽ ചേർക്കുന്ന ഉള്ളടക്കത്തിന്റെ ആധികാരികത കൂട്ടാൻ വേണ്ടി എഡിറ്റർമാർ ഓരോ വിക്കിയിലും നയങ്ങൾ രൂപീകരിക്കാറുമുണ്ട്. ചേർക്കുന്ന വിവരങ്ങൾക്ക് കൃത്യമായ സ്രോതസ് വേണം. ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം കാര്യങ്ങളും എഴുതേണ്ടത്. ആർക്കും ലോഗിൻ ചെയ്യാതെ എഡിറ്റ് ചെയ്യാമെന്നത് ഒരു പൊതു നിയമം മാത്രമാണ്. എങ്കിൽ അത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ളതാണ് അഭിപ്രായം. അതാത് വിക്കികളിൽ എഡിറ്റർമാർ ഇത് സംബന്ധിച്ച നിയമങ്ങളും തീരുമാനിക്കാറുണ്ട്. ചില ഭാഷകളിലെ വിക്കികളിൽ ലോഗിൻ ചെയ്താൽ മാത്രമേ ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കൂ. ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ പുതിയ ലേഖനം ഉണ്ടാക്കണമെങ്കിൽ ലോഗിൻ ചെയ്ത് മാത്രമേ സാധിക്കൂ. ചില ലേഖനങ്ങളിൽ കൂടുതലായി മോശം തിരുത്തലുകൾ കാണുമ്പോൾ അവയെ ലോഗിൻ ചെയ്തവർക്ക് മാത്രം തിരുത്താവുന്ന രീതിയിലും വയ്ക്കാറുണ്ട്. എഡിറ്റർമാർ നിശ്ചയിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ പദവിയുള്ളവർ മാത്രമാണ് ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ നടപ്പിലാക്കാറുള്ളത്. ഈ സാങ്കേതിക പ്രശ്നങ്ങൾക്കിടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടി വന്നാലോ കുറച്ച് പാടായിരിക്കും ആ അവസ്ഥ. അതും ഒരു സമയത്ത് വിക്കിപീഡിയ അനുഭവിച്ചിട്ടുള്ളതാണത്. ഓൺലൈനിലെ സ്വതന്ത്ര വിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന വിക്കിപീഡിയ വായനക്കാരോട് സാമ്പത്തിക സഹായം തേടി 2020 രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയിലെ വായനക്കാരോട് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വിക്കിപീഡിയ ഡൊണേഷൻ ആവശ്യപ്പെടുന്ന ഒരു കുറിപ്പായിരുന്നു അന്ന് പ്രസിദ്ധീകരിച്ചത്. അന്നത്തെ ആ അവസ്ഥയിലേക്ക് തന്നെയാണോ ഇന്നും വിക്കിപീഡിയ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന സംശയവും വരാതിരിക്കില്ല. വിക്കിപീഡിയ വായനക്കാരോട് സാമ്പത്തിക സഹായം തേടി 2020 രംഗത്തെത്തിയിരുന്നത് നമ്മൾ ഏവരും കണ്ടതാണ്. ഇന്ത്യയിലെ വായനക്കാരോട് എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു വിക്കിപീഡിയ ഡൊണേഷൻ ആവശ്യപ്പെടുന്ന ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചത്. ഇന്ന് അതേ അവസ്ഥയിലേക്ക് തന്നെയാണോ വിക്കിപീഡിയ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംശയവും ഉയരുകയാണ്. എല്ലാ ഭാഷകളിലും സ്വതന്ത്രവും സമ്പൂർണമായ വിജ്ഞാനകോശം ഓൺലൈൻ വഴി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള കൂട്ടായ സംരംഭമാണ് വിക്കിപീഡിയ. എന്നാൽ ഇക്കാലത്ത് ഇത് വാണിജ്യവൽക്കരിക്കാതെ മുന്നോട്ടു പോകാൻ വായനക്കാരുടെ ഡൊണേഷൻ ആവശ്യമാണെന്നും ആയതിനാൽ എല്ലാവരും ഉദാരമായ സംഭാവന നൽകണമെന്നും വിക്കിപീഡിയ ആവശ്യപ്പെട്ടിരുന്നു. ലോകമെമ്പാടുമുള്ള വായനക്കാരിൽ നിന്ന് വിക്കിപീഡിയയ്ക്ക് പ്രതിവർഷ സംഭാവന ലഭിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള വായനക്കാരിൽ ഭൂരിഭാഗവും ഇത് നൽകാറില്ല. 98% പേരും സംഭാവന നൽകാറില്ലെന്നത് വിക്കിപീഡിയ തന്നെ വ്യക്തമാക്കിയിരുന്നു ആ സമയത്ത്. അറിവിനെ ഇഷ്ടപ്പെടുന്നവരെയും വിജ്ഞാനപ്രദമായ അറിവുകൾ പങ്കുവയ്ക്കുന്നവരെയും വായനക്കാരെയും ഒരുമിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായ വിക്കിപീഡിയയ്ക്ക് വരും വർഷങ്ങളിലൊക്കെ ഇതേപോലെ മുന്നോട്ട് പോകണമെങ്കിൽ സംഭാവനകൾ ആവശ്യമാണ് എന്നുള്ളതായിരുന്നു കുറിപ്പിൽ ഓർമ്മപ്പെടുത്തിയത്. 150 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ഡൊണേഷനായിരുന്നു തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്.
ഇനി അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകാനുള്ളൊരു ഓപ്ഷനും നൽകിയിരുന്നു. ഇപ്പോഴത്തെ നിലയിൽ സ്വതന്ത്രമായി വിജ്ഞാനം പങ്കുവെച്ച് മുന്നോട്ടു പോകാൻ വായനക്കാരുടെ സഹകരണം തേടിയിരിക്കുകയായിരുന്നു വിക്കിപീഡിയ. ഈ സംരംഭം വാണിജ്യവൽക്കരിക്കേണ്ടി വന്നാൽ അത് ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടമായിരിക്കുമെന്നും വിക്കിപീഡിയയുടെ കുറിപ്പിൽ അന്ന് ഓർമ്മപ്പെടുത്തിയത് ഇപ്പോൾ ഓർക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളിൽ ഒന്നാണല്ലോ വിക്കിപീഡിയ. പക്ഷേ വിക്കിപീഡിയയിലെ ചില ചിത്രങ്ങൾ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളുടെ ചിത്രങ്ങൾ സ്ഥിരം പഴി കേൾക്കാറുണ്ട്. ഇത്രയും മോശം ചിത്രം ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ചിത്രം ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് പല താരങ്ങളുടെയും ചിത്രങ്ങൾ പേജുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പലർക്കും അറിയില്ലായിരിക്കും. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ വിക്കിപീഡിയ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ കമ്പനി പുതിയ ഓരോരോ മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ ഭാഗമായാണ് വിക്കി പോർട്രേറ്റ്സ് എന്ന പ്രോജക്റ്റ് തുടങ്ങിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളിൽ ഒന്നാണല്ലോ വിക്കിപീഡിയ. പക്ഷേ ഈ വിക്കിപീഡിയയിലെ ചില ചിത്രങ്ങൾ, പ്രത്യേകിച്ചും ഈ സെലിബ്രിറ്റികളുടെ ചിത്രങ്ങളൊക്കെ സ്ഥിരം പഴി കേൾക്കാറുള്ളതാണ്. ഇത്രയും മോശം ചിത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലും നല്ലത് ഇത്തരം ചിത്രങ്ങൾ കൊടുക്കാതിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് പല താരങ്ങളുടെയും ചിത്രങ്ങൾ പേജുകളിൽ നിന്ന് മാറ്റിയിട്ടുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. വിക്കിപീഡിയയിലെ ഏറ്റവും മോശം ചിത്രങ്ങൾക്കായി പ്രത്യേകം ഇൻസ്റ്റഗ്രാം പേജുകൾ വരെ ഇന്ന് നിലവിലുണ്ട്. പകർപ്പവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന ചിത്രങ്ങൾ വിക്കിപീഡിയ പേജുകളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രധാന കാരണം. ഈ പ്രശ്നത്തിൽ നിന്ന് വെബ്സൈറ്റിനെ രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് വിക്കിപീഡിയയുടെ എഡിറ്റർമാർ. സെലിബ്രിറ്റികളുടെ നല്ല ചിത്രങ്ങൾ ലഭിക്കുന്ന റെഡ് കാർപ്പറ്റ് ഇവന്റുകളിൽ ചിത്രങ്ങൾ എടുക്കുന്നവർ വലിയ ഏജൻസികളിൽ നിന്നുള്ളവരായതിനാൽ വിക്കിപീഡിയയ്ക്ക് ഇവരുടെ ചിത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അതിനാൽ ഇത്തരമിടങ്ങളിൽ വെച്ച് വിക്കിപീഡിയയ്ക്ക് വേണ്ടി ചിത്രങ്ങൾ എടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരെ അന്വേഷിച്ചുകൊണ്ട് വിക്കി പോർട്രേറ്റ്സ് എന്ന പ്രോജക്റ്റും കമ്പനി തുടങ്ങിക്കഴിഞ്ഞു. അധികം വൈകാതെ മോശം വിക്കിപീഡിയ ചിത്രങ്ങളിൽ നിന്ന് ലോകത്തെയും ഇത്തരം ചിത്രങ്ങളിൽ നിന്ന് ഇരകളായ താരങ്ങളെയും രക്ഷിക്കാനാകുമെന്നാണ് ഇപ്പോൾ വിക്കിപീഡിയയുടെ പ്രതീക്ഷ. വിക്കിപീഡിയയെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ വിക്കിമീഡിയ എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ് വിക്കിമീഡിയ ഫൗണ്ടേഷൻ ഇൻകോർപ്പറേറ്റഡ്. വിക്കിപീഡിയയുടെ ഹോസ്റ്റ് എന്ന നിലയിലാണ് ഈ ഫൗണ്ടേഷൻ ഏറ്റവും അറിയപ്പെടുന്നത്. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ കമ്പനി, ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ് ഈ വിക്കിമീഡിയ ഫൗണ്ടേഷൻ ഇൻകോർപ്പറേറ്റഡ്. അവിടെ ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷനായി രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളിലൊന്നായിട്ടുള്ള വിക്കിപീഡിയയുടെ ഹോസ്റ്റ് എന്ന നിലയിലാണ് ഈ ഫൗണ്ടേഷൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടാറുള്ളത്. 14 അനുബന്ധ ഓപ്പൺ കോർപ്പറേറ്റഡ് പദ്ധതികളും ഇത് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവയെല്ലാം പിന്തുണയ്ക്കുന്ന വിക്കി സോഫ്റ്റ്വെയറായ മീഡിയ വിക്കിയുടെ വികസനത്തെയും പിന്തുണയ്ക്കുന്നുണ്ട്. വിക്കിപീഡിയയ്ക്കും മറ്റ് വിക്കി പ്രോജക്റ്റുകൾക്കും ധനസഹായം നൽകുന്നതിനുള്ള ലാഭേച്ഛയില്ലാത്ത മാർഗമായി ജിമ്മി വെൽസ് 2003 ഫ്ലോറിഡയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഫൗണ്ടേഷൻ സ്ഥാപിച്ച മുൻ വെയിൽസിന്റെ ലാഭേച്ഛയില്ലാത്ത കമ്പനിയായ ബോമിസ് ഹോസ്റ്റ് ചെയ്തിരുന്നു. ലോകമെമ്പാടുമുള്ള ഭാഷകളിൽ വിക്കി അധിഷ്ഠിത ഉള്ളടക്കം വികസിപ്പിക്കുന്നതിന് പൊതുജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി വിക്കിമീഡിയ ഫൗണ്ടേഷൻ സാങ്കേതികവും സംഘടനാപരമായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട്. പദ്ധതികളിലെ ഒരു ഉള്ളടക്കവും ഫൗണ്ടേഷൻ സ്വയം എഴുതുകയോ ക്യൂറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. പകരം വിക്കിപീഡിയക്കാർ പോലുള്ള സന്നദ്ധ പ്രവർത്തക എഡിറ്റർമാർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. എന്നിരുന്നാലും വിക്കിമീഡിയ ചാപ്റ്ററുകൾ, തീമാറ്റിക് ഓർഗനൈസേഷനുകൾ, ഉപഭോക്തൃ ഗ്രൂപ്പുകൾ, മറ്റ് പങ്കാളികൾ തുടങ്ങിയ വ്യക്തിഗത സന്നദ്ധ പ്രവർത്തകരുടെയും അനുബന്ധ സംഘടനകളുടെയും ഒരു ശൃംഖലയായി തന്നെ ഈ മീഡിയ സഹകരിക്കുന്നുണ്ട്. വായനക്കാരിൽ നിന്നും എഡിറ്റർമാരിൽ നിന്നുമുള്ള ദശലക്ഷക്കണക്കിന് ചെറിയ ചെറിയ സംഭാവനകളിലൂടെയാണ് ഫൗണ്ടേഷൻ പ്രധാനമായും സാമ്പത്തിക സഹായം നേടുന്നത്. ഇമെയിൽ ക്യാമ്പയിനുകളിലൂടെയും വിക്കിപീഡിയയിലും അതിൻ്റെ സഹോദര പദ്ധതികളിലും സ്ഥാപിച്ചിരിക്കുന്ന വാർഷിക ഫണ്ട് റൈസിംഗ് ബാനറുകളിലൂടെയും ഇവ ശേഖരിക്കുന്നുണ്ട്. ജീവകാരുണ്യ സംഘടനകളിൽ നിന്നും ടെക് കമ്പനികളിൽ നിന്നുമുള്ള ഗ്രാന്റുകളും 2022 മുതൽ തന്നെ വിക്കിമീഡിയ എന്റർപ്രൈസിൽ നിന്നും സേവന വരുമാനവും ഇവയ്ക്ക് അനുബന്ധമാണ്. 2023 കണക്കനുസരിച്ച് ഇത് 700-ലധികം ജീവനക്കാരെയും കോൺട്രാക്ടർമാരെയും ഒക്കെ നിയമിച്ചിട്ടുമുണ്ട്. $255 മില്യൺ അറ്റ ആസ്തിയും $100 മില്യൺ എൻഡോമെന്റും ഈ കമ്പനിക്കുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.